ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവഷ്ടമേടിയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. നമ്മുടെ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതം ഭൗമിക ജീവിതത്തിന്റെ പരിപൂർണതയിലെത്താൻ യേശുവിൽ പൂർണ്ണത പ്രാപിക്കാനുള്ളതാണെന്നും സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അന്തിമ ശുദ്ധീകരണത്തെ സംബന്ധിച്ച് പലപ്പോഴും പലവിധ വിചാരങ്ങൾ മനുഷ്യർക്കിടയിലുണ്ടാകാം. ആ ധാരണകളിൽ മരണശേഷം മനുഷ്യർ പുനർജനിക്കുന്നു, വീണ്ടും മനുഷ്യരായി വരുന്നു എന്ന് കരുതുന്നവർ ലോകത്തുണ്ട്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ ജീവിതം സമ്പൂർണ്ണമാകുന്നത് അത് ക്രിസ്തുവിൽ വിലയം പ്രാപിക്കുമ്പോഴാണ്. സമ്പൂർണമായി ക്രിസ്തു വ്യക്തിത്വത്തിലേക്ക് നാം ഉൾച്ചേരുമ്പോഴാണ്. യേശുവിൻ്റെ രണ്ടാം വരവിനായി കാത്തിരിക്കുമ്പോഴും അന്തിമ വിധിക്കായി കാത്തിരിക്കുമ്പോഴും ഒക്കെ നാം പ്രതീക്ഷിക്കുന്നത് ക്രിസ്തുവിലുള്ള പരിപൂർണതയാണ്. ഈ പരിപൂർണതയുടെ ലോകത്തേക്കുള്ള കടന്നുപോകലിൻ്റെ ഒരു ഘട്ടമാണ് മരണത്തോടെ സംഭവിക്കുന്നത്. അവിടെ നാം നിത്യതയിൽ ശുദ്ധീകരാവസ്ഥയിലോ വിജയസഭയിൽ വിശുദ്ധാത്മാക്കളോടൊപ്പമോ പർദീസയിൽ കഴിയാനോ ഇടയാവും. അന്ത്യവിധി വരെ നാം അപ്രകാരം ഒരു ശുദ്ധീകരണത്തിനും സ്വർഗീയ സൗഭാഗ്യത്തിന്റെ അനുഭവത്തിലും ഉൾച്ചേർക്കപ്പെടുന്നുണ്ട് എന്നാണ് സഭയുടെ വിശ്വാസം. ഇത് വ്യക്തിപരമായി എന്തെങ്കിലും ഒരു കാഴ്ചയുടെയോ ദർശനത്തിൻ്റെയോ വെളിപാടിൻ്റെയോ ഒന്നും മേഖല പറയുന്ന കാര്യങ്ങളല്ല. കത്തോലിക്ക സഭ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും അപ്പോസ്തലികമായ പ്രവർത്തനത്തിൻ്റെയും പൂർണ്ണതയിൽ നമുക്ക് കാട്ടിത്തന്നിട്ടുള്ള പാഠങ്ങളാണ്. അതുകൊണ്ട് സഭാപ്രബോധനം എന്തു പറയുന്നു ശുദ്ധീകരാത്മാക്കളെ സംബന്ധിച്ച്, മരണശേഷമുള്ള ജീവിതത്തെ സംബന്ധിച്ച് എന്നതിലാണ് നാം ശ്രദ്ധ പുലർത്തേണ്ടത്. സഭയാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് തരുന്നതും അത് വ്യാഖ്യാനിച്ചു തരുന്നതും. അപ്രകാരം വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സഭ തന്റെ പ്രബോധന അധികാരത്തിലൂടെ നമ്മുടെ വിശ്വാസത്തിന് പ്രത്യേകമായ മാനങ്ങൾ കൽപ്പിച്ചു നൽകുന്നു. വിശുദ്ധ ഗ്രന്ഥത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നും നിത്യതയ്ക്ക് അനുഗുണമായി നാം എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടതെന്നും കൗദാശിക ജീവിതം എങ്ങനെയാണ് ഈ പരിപൂർണതാ മാർഗത്തിൽ പ്രയോഗക്ഷമമാകുക എന്നും സഭ പഠിപ്പിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഒട്ടനവധി പ്രൈവറ്റ് റെവലേഷൻസ്, സ്വകാര്യ വെളിപാടുകൾ വിശുദ്ധാത്മാക്കൾക്കടക്കമുണ്ടായിട്ടുണ്ട്. ഈ വിശുദ്ധാത്മാക്കൾക്കടക്കമുണ്ടായ സ്വകാര്യ വെളിപാടുകൾ പ്രചാരത്തിലുള്ളവയാണ്. പലതും നമുക്ക് വായിക്കാൻ കിട്ടും. പക്ഷേ അത്തരത്തിലുള്ള സ്വകാര്യ വെളിപാടുകളെ സഭ ഒരു പൊതു വെളിപാടായിട്ട് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രബോധനമായി നമുക്ക് നൽകുകയോ ചെയ്യുന്നില്ല. കാരണം വെളിപാടിന്റെ പൂർണ്ണത യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ ദൈവം സമ്പൂർണമായി വെളിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മറ്റൊരു വെളിപാടില്ല. ബാക്കിയുള്ള വെളിപാടുകളൊക്കെ ഈ വെളിപാടിനെ പോഷിപ്പിക്കാൻ വേണ്ടിയുള്ളവയാകണം. അവിടെ പ്രൈവറ്റ് റെവലേഷന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ വ്യക്തിഗതമായ അനുഭവങ്ങളും ആശയങ്ങളും ഉൾച്ചേരാം. അങ്ങനെ വന്നാൽ അത് സഭാപ്രബോധനങ്ങളോടും വിശുദ്ധ ഗ്രന്ഥത്തോടും ദൈവശാസ്ത്ര അടിസ്ഥാനങ്ങളോടും ഒരു പക്ഷേ ഇടയുന്നവയാകാം. അതുകൊണ്ടാണ് അവ പഠിക്കേണ്ടതില്ല അല്ലെങ്കിൽ അവ പഠിപ്പിക്കേണ്ടതില്ല, പ്രബോധനപരമായി അവയ്ക്ക് സാധുതയില്ല എന്ന് സഭ പറയുന്നു. കത്തോലിക്ക സഭയുടെ പഠനങ്ങളാണ് നമ്മൾ ആശ്രയിക്കുന്നത്. കത്തോലിക്ക സഭയിലെ വിശുദ്ധാത്മാക്കൾ അവർക്കുണ്ടായ സ്വകാര്യ വെളിപാടുകളെ ഒരു പൂർണ്ണ പ്രബോധനത്തിന്റെ അർത്ഥത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാനോ അല്ലെങ്കിൽ വിശദീകരിക്കാനോ ആളുകൾക്ക് പകർന്നു കൊടുക്കാനോ കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മരിച്ചവരെ സംബന്ധിച്ചുള്ള ധാരണകളിൽ വ്യതിചലനങ്ങൾ ഉണ്ടാക്കുന്ന പ്രബോധനങ്ങൾ സമൂഹ മധ്യത്തിൽ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ചും ധ്യാന ശുശ്രൂഷകൾ പുരോഗമിക്കുമ്പോൾ ഉണ്ടായ ഒരു വലിയ അബദ്ധം, അതിന് പിന്നിൽ വന്നു ചേർന്നൊരു വിപത്ത്, നാം വായിൽ തോന്നുന്നത് പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറയുന്ന ആശയങ്ങളെയും നമ്മൾ പറയുന്ന പ്രഘോഷണത്തെയും മുഖവിലയ്ക്ക് നിങ്ങൾ എടുക്കണമെന്നല്ല നമ്മൾ ഒരിക്കലും പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ പറയുന്ന കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി സഭാപ്രബോധനങ്ങളാണോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് കഴിയും. സഭാപ്രബോധനം നിങ്ങളുടെ കയ്യിലുണ്ട്, അപ്പോസ്തല പ്രബോധനങ്ങളുണ്ട്, വിശുദ്ധരുടെ ഡോക്ട്രൈനുണ്ട്, വിശുദ്ധ ഗ്രന്ഥമുണ്ട്, ദൈവശാസ്ത്രപരമായ ഗ്രന്ഥങ്ങളുണ്ട്. സഭ 2000 ആണ്ടുകൊണ്ട് ആർജിച്ചതും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് നമുക്ക് തന്നതുമായ സവിശേഷമായ പ്രബോധനങ്ങളെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, വ്യക്തിപരമായ എന്തെങ്കിലും വിശകലനത്തെയല്ല. ഈ വ്യക്തിപരമായ വിശകലനങ്ങളാണ് അബദ്ധങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോവുക. ഇപ്പോൾ മരിച്ചവർ ശുദ്ധീകരണ സ്ഥലത്ത് പോകും അല്ലെങ്കിൽ ശുദ്ധീകരണ അവസ്ഥയിലേക്ക് പ്രവേശിക്കും എന്ന് പറയുന്നത് സഭാപ്രബോധനമാണ്. കത്തോലിക്ക സഭ വ്യക്തമായി അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ചിൽ വ്യക്തമായി അതിനെക്കുറിച്ച് പാഠമുണ്ട്. എന്നാൽ
ആ ശുദ്ധീകരണ സ്ഥലത്ത് എന്തായിരിക്കും നമ്മൾ അനുഭവിക്കുന്ന അനുഭവമെന്നും ആ അനുഭവങ്ങൾ ഭൗമിക സഭയെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ എന്നും സഭ അവിടെ പഠിപ്പിക്കുന്നില്ല. അത് പഠിപ്പിക്കാത്തത് അതിൻ്റെ ആവശ്യം നമുക്കില്ലാത്തത് കൊണ്ടാണ്. പലരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാത്തത്, എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഉത്തരം പറയാത്തത്? ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ്. പിശാചിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ലെന്ന് പരാതിയുള്ള പുരോഹിതർ വരെയുണ്ട്. സഭ വേണ്ടും വിധം പഠിപ്പിക്കുന്നില്ല. ദൈവത്തെക്കുറിച്ച് പഠിക്കുകയാണ് പ്രധാനം, നന്മയെക്കുറിച്ച് പഠിക്കുകയാണ് പ്രധാനം. തിന്മയെക്കുറിച്ചുള്ള അറിവ് ജ്ഞാനമല്ലെന്ന് വിശുദ്ധ ഗ്രന്ഥം തന്നെ പറയുന്നുണ്ട്. അപ്പൊ നന്മയെക്കുറിച്ച് പഠിക്കുകയാണ് വേണ്ടത്. മരണമടഞ്ഞ് ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്നവർ ദൈവിക സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ അവർ അന്തിമ ശുദ്ധീകരണത്തിലാണെങ്കിൽ നിശ്ചയമായും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും. പരിശുദ്ധ കുർബാന അർപ്പിച്ചും മറ്റു പ്രാർത്ഥനകളിലൂടെയും നമുക്ക് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലൂടെയും നമുക്ക് നിത്യമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എപ്പോഴും പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും 7:30 മണിക്ക് ദേവാലയത്തിൽ മണിയടിക്കുന്നുണ്ട്. മരണമടഞ്ഞ് ദൈവസന്നിധിയിലായ വിശ്വാസികളായ ആത്മാക്കൾക്ക് വേണ്ടി, മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. സഭ അത് പ്രാധാന്യത്തോടെ കാണുന്നുണ്ട്. അതുകൊണ്ട് 7:30 മണിയാകുമ്പോൾ പള്ളിയിൽ മണിയടിക്കും. അങ്ങനെ മണിയടിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ വിഷയമാണ്. 7 മണിക്ക് നമ്മൾ സാധാരണ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ത്രികാല ജപത്തിന്റെ നേരത്ത് മണിയടിക്കും. അതേപോലെ തന്നെ 7:30 മണിക്ക് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന മണികൾ അടിക്കും. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി മാത്രമല്ല, ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. കാരണം നമ്മൾ സഭയുടെ ഭാഗമാണ്. സഭാശരീരം എന്നത് സഹനസഭയും സമരസഭയും വിജയസഭയും ചേർന്നിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു ഗാത്രം എന്ന നിലയ്ക്ക് ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്ന നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അത് വ്യക്തമായി സഭ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവരുടെ ജീവിതം, അവരുടെ സഹന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിന് ദുരിതപൂർണമായ അനുഭവങ്ങൾ നൽകുമെന്ന് പറയുന്നിടത്താണ് വിയോജിപ്പുള്ളത്. അത് സഭാപ്രബോധനം അല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ശുദ്ധീകരാത്മാക്കൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്നും നമ്മെ ദുരിതത്തിലാഴ്ത്തുമെന്നും പറയുന്ന ഒരു പഠനം സഭയിലില്ല. എന്തുകൊണ്ട് സഭ അത് പഠിപ്പിക്കുന്നില്ല? ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ടാത്തത് കൊണ്ടാണ്. ഇനി ആ ഒരു ഗ്യാപ്പിൽ നിന്നാണ് പല പ്രബോധനങ്ങളും പുതിയതായിട്ട് വരുന്നത്. അവ സഭാത്മകമല്ല. അങ്ങനെ വരുന്ന പ്രബോധനങ്ങളിലൊന്നാണ് മരിച്ചവർ ചെയ്തു പോയ പ്രവൃത്തികൾ ഈ ഭൂമിയിൽ പതിഞ്ഞു കിടക്കും അത്രേ. മരിച്ചുപോയ ആളുകളുടെ പ്രവൃത്തികൾ ഭൂമിയിൽ പതിഞ്ഞു കിടക്കും. ആ പതിഞ്ഞു കിടക്കുന്നവ നമ്മെ ഉപദ്രവിക്കാനിടയാവും. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് മനുഷ്യരുണ്ടാക്കിയ സമ്പത്ത് നമുക്ക് വേണ്ടി കരുതി വയ്ക്കപ്പെടുന്നുണ്ടല്ലോ, മനുഷ്യർ ചെയ്ത നല്ല പ്രവൃത്തികൾ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ അവരുടെ തിന്മ പ്രവൃത്തികൾ നമുക്ക് ഉപദ്രവമായിട്ട് മാറുമെന്നാണ്. ഈ തിന്മ പ്രവൃത്തികൾ ഉപദ്രവമായി മാറുമെന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ന്യായമാണ്. അതേതാണ്? കോൺസിക്വൻസ് എന്ന നിലയ്ക്കാണ്. പിതാവിന്റെ പ്രവൃത്തികൾ ഉത്തരവാദിത്വപൂർണമല്ലെങ്കിൽ അത് കുഞ്ഞുങ്ങളെ ബാധിക്കും. അത് കോൺസിക്വൻസ് ആണ്, ഒരു പ്രവൃത്തിയുടെ പരിണിത ഫലങ്ങളാണ്. അതുകൊണ്ട് ഉത്തരവാദിത്വപൂർണമല്ലാതെ മാതാപിതാക്കൾ പെരുമാറിയാൽ, അവർ നന്മ ചെയ്യാതിരുന്നാൽ അതിൻ്റെ ഒരു പരിണിത ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇത് പാപവുമായി ബന്ധപ്പെട്ടോ ശുദ്ധീകരാത്മാക്കളുടെ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ടോ പാപങ്ങൾ ഈ ഭൂമിയിൽ പതിഞ്ഞു കിടക്കുന്നതിന്റെ ഭാഗമായിട്ടല്ല. പാപവും മനുഷ്യന്റെ പ്രവൃത്തിയുള്ള അതിക്രമവും തമ്മിലുള്ള വേർതിരിവ് നമ്മൾ അറിയണം. അതിക്രമങ്ങൾ, ഉത്തരവാദിത്വപൂർണമല്ലാത്ത ജീവിതമൊക്കെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിക്കകത്ത് പാപം എവിടെയാണ്? അത് ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആലോചിക്കാം. ജീവിതത്തിൽ സമ്പത്ത് കാര്യമായിട്ടുണ്ടാക്കുന്ന ഒരു പിതാവ്, മക്കളോടുള്ള ഉത്തരവാദിത്വം കൊണ്ട് സമ്പത്ത് സുരുക്കൂട്ടി വെക്കുകയും മക്കൾക്ക് വേണ്ടി കരുതി വെക്കുകയൊക്കെ ചെയ്യുന്നൊരു പിതാവ് പ്രത്യക്ഷത്തിൽ നന്മയല്ലേ ചെയ്യുന്നത്? പക്ഷേ തനിക്കുള്ളവ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന രീതി ഇല്ലാത്തത് കൊണ്ട് ആ സമ്പത്തിന്റെ വിനിയോഗത്തിൽ ഒരു പാപം അതിൽ ചെയ്തിട്ടുണ്ട്. സമ്പത്ത് നല്ല കാര്യമായിട്ടാണ് മക്കൾക്ക് അനുഭവപ്പെടുക, പക്ഷെ അതിനൊത്തിരി പാപം പതിയിരിപ്പുണ്ട്. അത് ആ സമ്പത്തിലല്ല, ആ വ്യക്തിയിലാണ്. നിങ്ങൾക്ക് നൽകപ്പെട്ട സമ്പത്തിലല്ല കുഴപ്പമുള്ളത്, വ്യക്തിയിലാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് ദഹിക്കാൻ പറ്റാത്തതായി വരുന്നത് നിങ്ങളുടെ ഉദരത്തിന് അത് ദഹിപ്പിക്കാൻ ശേഷിയില്ലാതാവുമ്പോഴാണ്. ഭക്ഷണത്തിന്റെ കുഴപ്പമല്ല, എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം നിങ്ങൾക്ക് ശരീരത്തിന് ഗുണകരമല്ലാതായി വരുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ പ്രത്യേകത അനുസരിച്ചാണ്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ശരീരത്തിന്റെ പ്രത്യേകത അനുസരിച്ച് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് പോലെ ഒരാളുടെ പ്രവൃത്തി
പൊതു നന്മയായിരിക്കാം, മറ്റുള്ളവർക്ക് നന്മയായിട്ടായിരിക്കാം അനുഭവപ്പെടുന്നത്. പക്ഷേ അതിൽ അയാൾക്കൊരു പാപകരമായ അവസ്ഥ ഉണ്ടാവും. അതായത് സമ്പത്ത് കരുതി വെക്കുന്ന പിതാവ് അത് വേണ്ട വിധത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാതിരിക്കുന്നതിലൂടെ രണ്ട് കുഴപ്പങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, അത് ദൈവവുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കും. അതാ വ്യക്തിപരമായ പ്രശ്നമാണ്. അത് സമ്പത്തിന്റെ മേൽ കുഴപ്പമായി വന്നിട്ടില്ല. ഇനി രണ്ടാമത് എന്താണ്? അങ്ങനെ ചെയ്ത ഒരു പിതാവ് ഒരു ദുർമാതൃക നൽകി. അതൊരു പരിണിത ഫലമാണ്. അതുകൊണ്ട് കാശുണ്ടാക്കുന്നതാണ് പ്രധാനമെന്ന് കുട്ടികളും കരുതാം. ഇത് മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ടതല്ലെന്ന് കരുതാം. അങ്ങനെ പരിണിത ഫലമായിട്ട് പ്രവർത്തിക്കാം. പക്ഷേ അവിടെ അത് പാപകരമായ ഒരു വാസനയായിട്ടോ പാപത്തിന്റെ തുടർച്ചയായിട്ടോ കാണാൻ കഴിയില്ല. ഉത്തരവാദിത്വം വ്യക്തിപരമാണ്. ഇപ്പൊ നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ ഓരോരുത്തരോടും വ്യക്തിപരമായിട്ടാണ് കർത്താവ് പറയുന്നത്, നിനക്കുള്ളവ നിന്റേത് മാത്രമല്ലെന്നും അത് മറ്റുള്ളവരുമായി പങ്കുവെക്കാനുള്ളതാണെന്നും. ഇത് പൂർവികമായി ഞങ്ങൾക്ക് ലഭിച്ച സമ്പത്താണ്, ഇതിന്റെ ഉടമ ഞങ്ങളാണ് എന്ന് കരുതുന്നതിന് പകരം എന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടത്, എനിക്കിന്ന് അനുഭവിക്കാൻ കിട്ടുന്നത് എന്റേത് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ ദൈവം ഏൽപ്പിച്ചതാണ്. മുൻഗാമികൾ കൊടുത്തില്ലെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷെ പാപത്തിന്റെ പങ്കില്ല. അപ്പോൾ പാപം പതിഞ്ഞു കിടക്കുന്നു എന്ന് പറയുന്നിടത്ത് ഒരു പ്രശ്നമുള്ളത്, തനത് വിധി അപ്രസക്തമാകും. നിങ്ങൾ മരിക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരും മരിക്കുമ്പോൾ ആ സമയത്ത് ദൈവസന്നിധിയിൽ ഒരു വിധി നടക്കുന്നുണ്ട്, തനത് വിധി. നമ്മൾ ചെയ്ത പ്രവർത്തികൾക്കനുസൃതമായി നമ്മൾ വിധിക്കപ്പെടും. അങ്ങനെ നമ്മൾ വിധിക്കപ്പെട്ടാൽ ആ വിധി അനുസരിച്ച് രക്ഷയോ ശിക്ഷയോ അനുഭവിക്കും. അവിടെ വെച്ച് നമ്മൾ ഉത്തരവാദിത്വം ഏറ്റുപറയേണ്ടി വരും. ഇനി പൊതുവിധിയിലാകട്ടെ പൂർണ്ണമായി നിത്യാഗ്നിയിലേക്കോ സ്വർഗത്തിലേക്കോ സമ്പൂർണമായ ഒരു അനുഭവ തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അവിടെ ഈ പാപത്തിന് വേറെ ആരോടും കടം ചോദിക്കുന്നില്ല, വ്യക്തിപരമാണ്. നമ്മൾ രണ്ടുപേരും കൂടി ഒരു തെറ്റിലകപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഈ രണ്ടുപേരോടും കൂടി അല്ല ചോദിക്കുന്നത്, വ്യക്തിപരമായിട്ടാണ്. നീ ചെയ്ത പ്രവൃത്തിയാണ്. എന്നോട് അയാൾ ഇങ്ങനെ പെരുമാറിയപ്പോൾ ഞാൻ അയാളോട് ഇങ്ങനെ പെരുമാറി എന്ന് പറയാനുള്ള വക അവിടെയില്ല. നീ എങ്ങനെ പെരുമാറി, ഒറ്റ ചോദ്യമാണ്. അപ്പോൾ എന്റെ പ്രവൃത്തി എന്താണെന്നും ഞാൻ എങ്ങനെയാണ് നീതികേട് കാട്ടിയതെന്നും എന്റെ കുഴപ്പം എന്താണെന്നും വിധിക്കപ്പെടും. അങ്ങനെ തനത് വിധിയിലൂടെ എനിക്ക് ശുദ്ധീകരണ അവസ്ഥയിലേക്കോ പറുദീസയിലേക്കോ നരകത്തിലേക്കോ പോകാനുള്ള അനുവാദം കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ വെച്ച് അയാൾക്കുള്ള പരിപാടി കഴിഞ്ഞു. ഇനി ശുദ്ധീകരണാവസ്ഥയിലാണ് പ്രവേശിക്കുന്നതെങ്കിൽ എങ്ങനെയാണ്? അയാളുടെ ലഘുവായ പാപങ്ങളോ അല്ലെങ്കിൽ കടങ്ങളോ നന്മ ചെയ്യാത്തതിലുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, സ്നേഹലംഘനങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു ശുദ്ധീകരണത്തിനുള്ള സമയം കൂടി കൊടുക്കുന്നു. ഒരു ആത്മാവും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളത് കൊണ്ട് അയാൾക്കൊരു അവസരം കൂടി കൊടുക്കുന്നു. അയാൾ ബാക്കി നന്മയൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അയാൾക്ക് നിത്യതയിലേക്ക് അല്ലെങ്കിൽ പറുദീസയിലേക്ക് പ്രവേശനം ലഭിക്കും. ഇങ്ങനെ പറുദീസ അനുഭവത്തിലേക്ക് പ്രവേശനം ലഭിക്കാൻ ലഘുവായ കുഴപ്പങ്ങളുള്ള ആളുകൾക്ക് ലഭിക്കുന്നൊരു സ്ഥലമാണ് ശുദ്ധീകരണ അവസ്ഥ. അതൊരു സ്ഥലമല്ല, ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ശുദ്ധീകരണാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന ആത്മാവ് അവിടെ ദൈവവുമായി ചേരാൻ കഴിയാത്തത് കൊണ്ട് അനുഭവിക്കുന്ന വ്യാകുലം അല്ലെങ്കിൽ ആ പീഡ അയാൾ മാത്രം അനുഭവിക്കുന്ന കാര്യമാണ്. ഇതിൽ നമുക്ക് അയാളെ സഹായിക്കാൻ കഴിയും. എങ്ങനെയാണ്? ഒരു ജീവിതം ബാക്കി നമ്മുടെ കയ്യിലുണ്ട്. അയാൾ കൂടി നൽകിയ ഒരു ജീവിതമാണ്, അയാളിലൂടെ കൂടി കിട്ടിയ ഒരു ജീവിതമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മിൽ നിന്നും വേർപെട്ടു പോയ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും. യോഹന്നാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ, മരണാർഹമായ പാപമുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതിനർത്ഥം മരണാർഹമല്ലാത്ത പാപമുണ്ട്, നിത്യനാശം വരുത്താത്ത പാപമുണ്ട്. അപ്പോൾ ലഘുവായ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനും പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയും. അത് ഈ ശുദ്ധീകരാത്മാക്കളുടെ കുറവുകൾ നമ്മുടെ ജീവിതത്തെ ഭരിക്കുമെന്നും ജീവിത ദുരിതങ്ങൾക്ക് കാരണമാകുമെന്ന ഭയത്തിന്റെ പേരിലാകരുത്. അതൊരു തെറ്റാണ്. രണ്ടാമത്, അവർ ഭൂമിയിൽ ചെയ്ത പാപങ്ങൾ ഇവിടെ ഈ വസ്തുക്കളിലൊക്കെ കുടുങ്ങിക്കിടക്കും എന്നും നമ്മൾ വിചാരിക്കരുത്. വസ്തുബന്ധമുള്ള ഒരു കാര്യമല്ല പാപം, അത് ആത്മബന്ധത്തിന്റെ ഒരു കാര്യമാണ്. പാപം എന്നത് വസ്തുബന്ധമല്ല. നിങ്ങളൊരു കത്തി ഉപയോഗിച്ച ഒരാളെ കുത്തിക്കൊല്ലുന്നു, കത്തിക്ക് പാപമില്ല. കത്തി രക്തം പുരണ്ടിട്ടുണ്ട്, ജീവൻ എടുക്കാൻ കാരണമായിട്ടുണ്ട്. പക്ഷെ കത്തിക്ക് അതിന് ഒരു പങ്കുമില്ല, നിങ്ങളാണ് ചെയ്തത്. അപ്പൊ ചെയ്യുന്ന വ്യക്തിക്കാണ് കുഴപ്പം, ഈ വസ്തുവിനല്ല എന്ന് മനസ്സിലാക്കണം. ആ കത്തി ഇനി കരക്കിരിഞ്ഞാൽ അത് അപകടകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിലൊരു പാപത്തിന്റെ കറയുണ്ട്. രക്തത്തിന്റെ കറയുണ്ടെങ്കിൽ കഴുകിക്കളഞ്ഞാൽ മതി, പാപത്തിന്റെ കറയുള്ളത് ആത്മാവിലാണ്. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൂമിയിൽ അങ്ങനെ പാപം പതിഞ്ഞു കിടക്കില്ല. ഭൂമിയിൽ പാപം പതിഞ്ഞു കിടക്കും എന്നൊരു വിശ്വാസം പണ്ടുണ്ടായിരുന്നു. അതായത് പൂർവികമായ യഹൂദ
സമൂഹത്തിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ മുള്ളും മുൾച്ചെടികളും മുളപ്പിക്കും എന്ന ശാപം ഉൽപ്പത്തി പുസ്തകത്തിൽ വരുന്നത്. ആബേലിന്റെ രക്തം വീണ ആ മണ്ണിൽ നിന്ന്, അല്ലെങ്കിൽ പാപം ചെയ്ത മണ്ണിൽ നിന്ന് ഉണ്ടാകുന്നത് മുള്ളും മുൾച്ചെടികളുമായിരിക്കും. അത് പഴയ നിയമധാരണയാണ്. അവിടെയാണ് യേശുവിന്റെ രക്തം ഈ മണ്ണിൽ പതിക്കുന്നു, സകലതിനെയും വിശുദ്ധീകരിക്കുന്നു, ആ മുൾക്കിരീടം അവൻ ശിരസിലണിയുന്നു. അങ്ങനെ മനുഷ്യന് ലഭിക്കാവുന്ന ആ ശാപത്തിൽ നിന്ന് അവൻ വിമോചിതനാവുന്നു. അങ്ങനെ ക്രിസ്തുവിൽ ലോകം വിമോചിതമായി, സകലരും വിമോചിതരായി. വിശ്വസിക്കുന്നവർ മാത്രമല്ല, സകലരും. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ഈ ലോകത്ത് പാപം ഇങ്ങനെ പതിയിരിപ്പുണ്ട് എന്ന് പറയുന്നത് തികച്ചും അബദ്ധമാണ്. ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ നിരവധിയായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈ ശുദ്ധീകരാത്മാക്കളുടെ സഹനം നമുക്ക് പ്രശ്നമായിട്ട് മാറുമെന്നും, അതേപോലെ തലമുറ ദോഷം തലമുറയായിട്ട് നമ്മിലേക്ക് പാപശാപ ബന്ധനങ്ങൾ വരും എന്നൊക്കെ പഠിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താ? ഒന്ന് പഴയ നിയമമാണ്. പഴയ നിയമത്തില് ഈ പറയുന്ന 3ഉം 4ഉം തലമുറ വരെ ശിക്ഷിക്കും എന്ന് പറഞ്ഞ കാര്യമാണ്. ഈ 3ഉം 4ഉം തലമുറ എന്ന് പറയുമ്പോൾ തന്നെ അതിനൊത്തിരി കാര്യമുണ്ട്. വിശുദ്ധ ഗ്രന്ഥം അനുസരിച്ച് 7ആണ് പൂർണ്ണത. ആ 7 പറയാതെ 3ഉം 4ഉമായിട്ട് അതിനെ അടയാളപ്പെടുത്തുന്നത് ഇത് അപൂർണമായതുകൊണ്ടാണ്. ഇനി അതിന് താഴെ ഒരു വചനമുണ്ട്, എന്നെ സ്നേഹിക്കുന്നവരെ 1000 തലമുറ വരെ. അങ്ങനെ ക്രിസ്തുവിൽ മനുഷ്യകുലത്തിനുണ്ടായ എല്ലാ വീഴ്ചകൾക്കും പരിഹാരം അനുഷ്ഠിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തു സകലർക്കും വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്നവനായി സ്വയം സമർപ്പിക്കുന്നവനായി മാറിയപ്പോൾ ഈ പാപത്തിന്റെ കെട്ടിൽ നമുക്ക് വിമോചനം ഉണ്ടായി. അതുകൊണ്ട് അടിമത്തം ഇല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ശുശ്രൂഷകനാണെങ്കിൽ നിശ്ചയമായും നമ്മുടെ മുമ്പിൽ അനേകർ വരും. ഈ വരുന്ന ആളുകൾക്ക് നിരന്തര രോഗങ്ങൾ, ഒരിക്കലും വിട്ടുമാറാത്ത രോഗങ്ങൾ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കൊക്കെ പാരമ്പര്യമെന്ന് പറയാവുന്ന രീതിയിൽ രോഗങ്ങൾ ഉണ്ടാകുന്നു, വിട്ടുമാറാത്ത രോഗങ്ങൾ, ജീവിത ദുരിതങ്ങൾ, എന്ത് ചെയ്താലും ഗതി പിടിക്കാത്ത ആളുകൾ. ഇങ്ങനെ കുറെ ആളുകൾ എപ്പോഴും പറയുമല്ലോ, എന്തൊക്കെ ബിസിനസ് ചെയ്താലും പൊളിഞ്ഞു പോകും, ഒരിക്കലും ഒരു സമാധാനമില്ല ജീവിതത്തിൽ. ഇതൊക്കെ നമ്മൾ പറയും. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, പ്രധാനമായും ആലോചിക്കേണ്ട കാര്യം, ശരീരം സ്വസ്ഥമായി എപ്പോഴും ഒരുപോലെ ഇരിക്കുമെന്ന് എവിടെയെങ്കിലും വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ടോ? ശരീരം ശരിക്കും പറഞ്ഞാൽ എന്തിനുള്ളതാണ്? ഈ ഭൂമിയിൽ നമുക്ക് സഹിക്കാനും മറ്റുള്ളവർക്ക് നമ്മെ കൊടുക്കാനുള്ള ഉപാധിയാണ്. ക്രിസ്തു അത് കാട്ടിത്തരുന്നുണ്ട്. സ്വന്തം ശരീരം വിഭജിച്ച് മറ്റുള്ളവർക്ക് ഭക്ഷണമായി നൽകുക, കുരിശിൽ സഹിക്കുക. അങ്ങനെ സഹിക്കാനും ത്യജിക്കാനുമുള്ള ഒരു കാര്യമാണ്, ഉപാധിയാണ് ശരീരം. ഇനി സമ്പത്താകട്ടെ, സമ്പത്ത് എന്തിനുള്ളതാണ്? സമ്പത്ത് ഉപജീവനത്തിനുള്ളതാണ് ഒന്ന്. രണ്ടാമത് അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്, അപരോന്മുഖമായി ജീവിക്കാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ സമ്പത്തും ശരീരവും നമുക്ക് തന്നെ വേണ്ടിയുള്ളതും സ്വസ്ഥത അനുഭവിക്കാനുള്ള ഇടവുമായി നമ്മൾ തെറ്റിദ്ധരിക്കുന്നിടത്താണ് ആദ്യത്തെ തുടക്കം. പക്ഷെ ഒരു ശുശ്രൂഷകന്റെ അടുത്ത് നിരന്തരമായി ഇത് പറയുമ്പോൾ അയാൾക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അയാൾ പ്രാർത്ഥിക്കുന്നു, വരദാനങ്ങളൊക്കെ ഉള്ള ആളാണ്, അയാൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുമ്പോൾ മറ്റേയാൾക്ക് യാതൊരു സൗഖ്യാനുഭവം ഉണ്ടാകുന്നില്ല. അപ്പോൾ പ്രധാനമായ ഒരു കുഴപ്പമുള്ളത്, ഇപ്പം നമ്മൾ ശുശ്രൂഷകനാണെങ്കിൽ നമുക്ക് വരാവുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന രോഗശാന്തി വരെയുള്ള ആളാണ്, അല്ലെങ്കിൽ ആന്തരിക സൗഖ്യം കൊടുക്കാൻ കഴിവുള്ള ആളാണ്, തിന്മകളെ നീക്കാൻ കഴിവുള്ള ആളാണ് എന്ന് വരുമ്പോൾ ക്രമേണ ഈ കഴിവുള്ള ആളാണ് ഞാൻ എന്നൊരു ബോധ്യം നമുക്ക് വരും. അപ്പം നമുക്ക് ഒരു വരം ഉണ്ടെന്ന് തെളിഞ്ഞു, നമ്മൾ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനേകർ സൗഖ്യപ്പെടുന്നു. അപ്പോൾ ഇനി ഞാനിത് സൗഖ്യപ്പെടുത്തിയേ തീരൂ, കാരണം ഞാൻ രോഗശാന്തി വിദഗ്ധനാണല്ലോ. അങ്ങനെ രോഗശാന്തി വിദഗ്ധനായി മാറുമ്പോൾ തലയെ കൈവച്ചാൽ മറ്റേയാൾക്ക് സൗഖ്യം ഉണ്ടാകണം. പക്ഷെ വരുന്ന ആൾക്ക് സൗഖ്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ ഒരു പ്രതിസന്ധിയിലാവും. ആ പ്രതിസന്ധിയിലാകുമ്പോൾ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ എടുക്കുന്ന ഒരു മാർഗമാണ്, ഇത് നിങ്ങളുടെ കുഴപ്പമല്ല, തലമുറയായിട്ടുള്ള കുഴപ്പമാണ്, ഭയങ്കര കഠിനമായ പ്രശ്നമാണ്, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കും. ആദ്യത്തും പറയുന്ന കാര്യം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാലേ അനുഭവം ഉണ്ടാകും. അപ്പോൾ പിന്നെ കാര്യം നടന്നില്ലെങ്കിൽ നമ്മുടെ തലയിലല്ല, അയാൾക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണ്, നമ്മൾ രക്ഷപ്പെട്ടു. രണ്ടാമത്തെ കാര്യം എന്താണ്? നിങ്ങളുടെ തലമുറയായിട്ടുള്ള പ്രശ്നമാണ്, പൂർവികരാരോ പ്രശ്നം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ, അതുകൊണ്ട് നിങ്ങൾ ദീർഘകാലം ഇങ്ങനെ പ്രാർത്ഥിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പറയും. പരിഹാര കർമ്മങ്ങൾ എന്നാണ് ഇതിനൊക്കെ പറയുക. കുർബാന അർപ്പിക്കുന്നതൊക്കെ പരിഹാര കർമ്മമായിട്ട് അർപ്പിക്കാനാണ്. ഇങ്ങനെ ഒരു പരിഹാരം ചെയ്യുന്ന ഒരു പൂജാവിധിയോ മന്ത്രവാദമോ സഭയ്ക്കകത്തില്ല. കുർബാന അതിനുള്ള വേദിയല്ല. കുർബാനയിൽ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി അവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അവർ നിത്യരക്ഷയിലേക്ക് പോകാൻ അവർക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പകരമായി വെച്ചുകൊണ്ടാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതം പകരം വെക്കുക. അങ്ങനെ കുർബാനയിൽ ക്രിസ്തു എങ്ങനെയാണ് സ്വയം സമർപ്പിച്ചത്, ആ ക്രിസ്തുയാഗത്തോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെ അർപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വിമോചനം ലഭിക്കുമെന്ന വിശ്വാസബോധ്യത്തിൽ നിന്നാണ് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ കുറവുകൾക്ക് പരിഹാരമായി പ്രാർത്ഥിക്കാനാണ്, അല്ലാതെ അവരുടെ പാപത്തിന് പരിഹാരമായിട്ട് ഈ ബലി കാശ് കൊടുത്താൽ മതി എന്ന് ഇന്നും ഞാനൊരു പ്രബോധനം കേട്ടു.
അത് ഈ പറഞ്ഞ പ്രഘോഷകന്റെ അല്ല. നിങ്ങൾ ഒരു മാസത്തേക്ക് കാശ് കൊടുത്ത് ഏൽപ്പിക്കാൻ കുർബാനയ്ക്ക്, നമ്മളപ്പോൾ ലഘുവായിട്ടൊരു മന്ത്രവാദം പോലെ ഇതിനെ കാണുകയാണ്. അപ്പോൾ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഈ അർപ്പണത്തിൽ നമുക്ക് പങ്കുചേരാൻ കഴിയുമ്പോൾ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കടങ്ങൾക്ക് പകരമായി നമ്മുടെ ജീവിത സഹനങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയും. അപ്പൊ അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ പൂർവികരുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസക്കുറവാണ്, അല്ലെങ്കിൽ പിശാചിന്റെ പ്രവർത്തനമാണ്. ശക്തമായ പിശാചാണ്. ഒരു ശുശ്രൂഷകൻ, അദ്ദേഹം പുരോഹിതൻ തന്നെയാണ്, അദ്ദേഹം പറയാണ് കടുത്തതാണ്, ഒറ്റ പ്രാവശ്യം കൊണ്ട് പ്രാർത്ഥിച്ചാൽ പോകില്ല എന്ന്. അപ്പൊ വിചാരിക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണെന്നാണ്. നമ്മുടെ മുമ്പിൽ ഒരാൾ വരുമ്പോൾ അയാൾ പൈശാചിക ബന്ധനമുള്ളയാളോ അഥവാ അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ കുറവുള്ളയാളോ ആണെങ്കിൽ നമ്മൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അയാൾ സൗഖ്യപ്പെടുന്നതും അയാളുടെ ജീവിതത്തിന് വെളിച്ചമുണ്ടാകുന്നതും നമ്മുടെ കഴിവുകൊണ്ടല്ലെന്നും നമ്മെ ദൈവം ആ സമയത്ത് നിയോഗിക്കുകയും മറ്റേയാൾക്ക് വേണ്ടി, നമ്മുടെ മുന്നിൽ വരുന്നയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയാണെന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇത് നമ്മുടെ വ്യക്തിപരമായ ഒരു സിദ്ധിവിശേഷമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മ പ്രവർത്തനമാണ്. അതിൽ സഭയുടെ അംഗമെന്ന നിലയ്ക്ക് ഭാഗവാക്കാകാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് നന്ദി പറയുകയും നമ്മിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തെ ഓർത്ത് അനുദപിക്കുകയാണ് വേണ്ടത്. എൻ്റെ കുറവുകളും എൻ്റെ പിഴവുകളും കണക്കാക്കാതെ എന്നിലൂടെ കർത്താവെ നീ പ്രവർത്തിക്കുന്നു, നീ ജീവിക്കുന്നവനാണെന്ന് ഞാൻ അറിയുന്നു എന്ന വേദന കൊണ്ട് ഹൃദയം ഒരുകാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ ഉണ്ടാവാത്ത സമയത്താണ് നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ പൂർവികരുടെ തലയിൽ ഇതൊക്കെ കെട്ടിവെക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സമ്പത്ത് ഉണ്ടാകാത്തതിന് കാരണം പൂർവികരാണെന്ന് പറയുന്നു. ഒരു കാര്യമുള്ളത്, ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മീയ വരങ്ങൾ ഉപയോഗിച്ചുകൂടാ എന്നുള്ളതാണ്. ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ആത്മരക്ഷയെ പ്രതിയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നാണ്. പക്ഷെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? സമ്പത്ത് പ്രശ്നം ഉണ്ടായാൽ, കടബാധ്യത ഉണ്ടായാൽ, രോഗം ഉണ്ടായാൽ അതിന്റെ കാരണം തിരക്കാനും അതിന്റെ കാരണം കണ്ടെത്താനും വരദാനങ്ങളുണ്ട് എന്ന് പറയുന്നവർ അത് ഉപയോഗിക്കുന്നതായി കാണുന്നു. അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വരദാനങ്ങളല്ല പ്രയോഗിക്കപ്പെടുന്നത്, മനസ്സിന്റെ പ്രവർത്തനമാണ്. മനസ്സിന് സ്വാഭാവികമായി വരസമാനമായ സ്വഭാവങ്ങളുണ്ട്, ഉൾക്കാഴ്ചകൾ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയുള്ള ഉൾക്കാഴ്ചകളാണ് പലപ്പോഴും ഇത്തരത്തിൽ അബദ്ധങ്ങളിൽ പോയി കുടുങ്ങുക. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് എളുപ്പത്തിൽ നമുക്ക് കൊണ്ടുവയ്ക്കാവുന്നത് പൂർവികരുടെ അടുത്താണ്. ഇതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. 4ാം തലമുറയിലാണ് ദോഷം എന്നാണല്ലോ പലപ്പോഴും പറയുക. 4ാം തലമുറയില, അതായത് നിങ്ങളെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കുറവുകൾക്ക് നിങ്ങൾക്ക് അനുദപിക്കാൻ പറ്റും. നിങ്ങളുടെ അപ്പനെ നിങ്ങൾക്കറിയാം, അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പന്റെ അപ്പനെയും നിങ്ങൾക്കറിയാം, അപ്പൊ അവർക്ക് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പന്റെ അപ്പന്റെ അപ്പനെ നിങ്ങൾക്ക് അറിയാമോ? ഈ 4ാം തലമുറയിലെ ആളെ വ്യക്തിപരമായിട്ട് ആർക്കും അറിയില്ല, നേരിട്ട് അനുഭവമില്ലാത്ത ആളാ. അപ്പൊ ഈ കുഴപ്പത്തിന്റെ മുഴുവൻ ഉത്തരവാദി അയാളാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തടിയൂരാൻ പറ്റും. വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് മനുഷ്യനെ തള്ളി വിടുന്ന, വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറത്തു ചാടാൻ ഇങ്ങനെ ആളുകളെ സഹായിക്കുന്നൊരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ നിങ്ങൾ അനുഭവിക്കുന്ന സഹനങ്ങളുടെ മൂല കാരണം നിങ്ങളിലല്ലെന്നും അത് പൂർവികരിലാണെന്നും അവർ ചെയ്ത പ്രവൃത്തിയാണെന്നും പറയുന്ന കാര്യം. ഇത് ഇനി കത്തോലിക്ക സഭയുടെ വിശ്വാസമാണ് അല്ല, ഇത് ലോക മതങ്ങളിലൊക്കെ നിങ്ങൾ നോക്ക്. ലോക മതങ്ങളിലെല്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. പ്രാചീന മതങ്ങളിൽ, പ്രാകൃത സംസ്കാരങ്ങളിൽ ഒക്കെ പഠിപ്പിച്ചിരുന്ന കാര്യമാണ്. നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമല്ലാത്തതെല്ലാം, ചിലർ പറയല്ലോ മുജ്ജന്മ പാപം എന്നൊക്കെ പറയില്ലോ, മുജ്ജന്മ സുഹൃതം, മുൻജന്മം, അതായത് നിങ്ങൾക്ക് മുൻപേയുള്ള ജന്മങ്ങളിൽ സംഭവിച്ച നിങ്ങളുടെ തന്നെ കാര്യം പറയും. അതേപോലെ തലമുറകളിൽ പിതാക്കന്മാർ ഇങ്ങനെയൊക്കെ ചെയ്താൽ പുത്രന്മാർക്ക് അനുഭവം ഉണ്ടാവും. ഇങ്ങനെ വിശ്വസിച്ചിരുന്നവരെയാണ് എസെക്കിയേൽ പ്രവാചകൻ ചോദ്യം ചെയ്യുന്നത്. പിതാക്കന്മാർ പച്ചമുന്തിരിക്ക തിന്നാൽ മക്കളുടെ പല്ല് പൊളിക്കുമോ എന്ന് ചോദിക്കുന്നത് എസെക്കിയേൽ പ്രവാചകനാണെന്ന് ഓർക്കണം. അന്ന് യഹൂദ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു വിശ്വാസ അബദ്ധത്തെ ചോദ്യം ചെയ്യുക. അപ്പൊ ഇത് മനസ്സിലാക്കണം. ഇനി ഞാനൊരു സംഭവം പറയാം. അത് ഈ പ്രഘോഷണത്തിൽ പറഞ്ഞ കാര്യമാണ്. ആ സംഭവം ഇങ്ങനെയാണ്. ജീവിച്ചിരിക്കുന്ന വ്യക്തികളായതുകൊണ്ട് ഞാൻ വ്യക്തികളുടെ പേരോ സ്ഥലമോ ഒന്നും പറയുന്നില്ല. ഒരിടത്ത് ഒരാൾക്ക് ഒരു നെഞ്ചിന് അസ്വസ്ഥത തോന്നാണ്, ശ്വാസം മുട്ടൽ പോലെ, വിങ്ങൽ പോലെ, വേദനയൊക്കെ തോന്നാണ്. അയാൾ ആശുപത്രി ചെല്ലുന്നു. 32 വയസ്സേ ഉള്ളൂ, യുവാവാണ്. അദ്ദേഹം ആശുപത്രി ചെല്ലുന്നു. അവർ വിശദമായ ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ധമനികൾ വീർത്ത് പൊട്ടാറായിരിക്കുകയാണ്. ഏത് നിമിഷവും പൊട്ടാം. അങ്ങനെ വേറൊരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നു. പ്രധാനപ്പെട്ട ആശുപത്രി ചെല്ലുന്നു. അവർ പറയുന്നു അടിയന്തരമായി ഇത് ഓപ്പറേറ്റ് ചെയ്തിട്ട് വേറൊരു കുഴൽ ഈ ധമനിക്ക് പകരം ഘടിപ്പിക്കണം, ആർട്ടിഫിഷ്യലായി ഒന്ന് ഘടിപ്പിക്കണം. അങ്ങനെ അവർ വളരെ വിഷമത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. എത്രയും വേഗം ഓപ്പറേഷൻ നടത്തണമെന്നാണ് ഡോക്ടർ പറയുന്നത്. അവർ സാധാരണയായി ഒരു കപ്പേളയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. മാതാവിന്റെ നാമത്തിലുള്ള കപ്പേളയാണ്. അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ പോയി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മാതാവ് ഒരു മെസ്സേജ് കൊടുക്കുന്നു. അതായത് ഇദ്ദേഹത്തിന്റെ അപ്പൻ ഇതേപോലെ തന്നെ മരിച്ചിട്ടുണ്ട്.
അന്ന് ഇത്തരം ടെസ്റ്റുകളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് എന്താണ് മരണകാരണം എന്ന് അറിയാൻ പറ്റിയില്ല. പക്ഷെ ഇയാൾക്കുണ്ടായ ഇതേ ലക്ഷണങ്ങളൊക്കെ തന്നെയായിരുന്നു. ആശുപത്രി ചെന്നു, പെട്ടെന്ന് അയാൾ മരിച്ചുപോയി. അപ്പൊ വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് സന്ദേശം കൊടുത്തു എന്നാണ് പറയുന്നത്. ഞാൻ അതിന് തർക്കിക്കാനില്ല, കാരണം ഞാൻ ഇപ്പൊ മാതാവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കൊടുത്തു എന്നാണ് പറയുക, മെസ്സേജ് കൊടുത്തു എന്നാണ് പറയുക. അയാളുടെ അപ്പന് ഇതുപോലെ തന്നെയാണ് മരിച്ചത്. അപ്പോൾ രണ്ടുപേരങ്ങനെ മുൻപേ മരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ആള് മരണത്തോടെടുക്കുകയാണ്. അങ്ങനെ വീണ്ടും പ്രാർത്ഥിക്കുന്നു. കുറച്ച് ദിവസം കൂടി പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ കരുണക്കൊന്ത് ചൊല്ലിയും ദൈവകാരുണ്യ ആരാധനയെ പങ്കെടുത്തും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥന മുൻപോട്ട് പോകുമ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും വെളിപ്പെടുത്തലുണ്ടാകുകയാണ്. അത് 4ാം തലമുറയിൽപ്പെട്ട ഒരാളുടെ പാപത്തിന്റെ ഫലമാണ്. അതായത് ഇവരുടെ അപ്പന്റെ 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 അപ്പൻ മുൻകോപിയായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു വീട് വെച്ചു. ആ വീട് വെച്ച് വീടിന്റെ പുരോവസ്ഥയിലേക്ക് നടക്കുന്ന സമയത്ത് ആ പണിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പണിക്കാരനായിട്ട് തർക്കം ഉണ്ടായി. ഇയാൾ ഭയങ്കര മുൻകോപിയായിരുന്നത് കൊണ്ട് ഒരൊറ്റ അടി കൊടുത്തു. അയാൾ വീണുപോയി. അയാൾ മരിച്ചെന്ന് കരുതിയിട്ട് ഈ കാരണവര് ഈ വീണുപോയ പണിക്കാരനെ പറമ്പിന്റെ മൂലയെ കൊണ്ടുപോയി ഒരു കുഴി കുത്തി അതിനകത്ത് കുഴിച്ചിടുന്ന നേരത്ത് അവസാനത്തെ സമയത്ത് ഈ കുഴിയിലേക്ക് ഇട്ടിട്ട് ഈ തൂമ്പയുടെ മാട് കൊണ്ട് ഈ നെഞ്ചിലിട്ടൊരു മുട്ടും കൊടുത്തു. അങ്ങനെ കുഴിച്ചിട്ടു. ആ മുട്ടാണ് ഈ പറഞ്ഞ അപ്പനും അപ്പാപ്പനും പേരക്കുട്ടിക്കും ഹൃദയത്തിൽ പ്രശ്നമായിട്ട് വരുന്നതെന്നാണ് പറയുന്നത്. അത് വെളിപ്പെട്ടു. അവർക്കൂടി കുർബാനയൊക്കെ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ മാതാവ് പറഞ്ഞു, ഇനി പോയി ഓപ്പറേറ്റ് ചെയ്തോളാൻ പറഞ്ഞു. ഇത് തന്നെയല്ലേ ആദ്യം ഡോക്ടർ പറഞ്ഞത്, ഓപ്പറേറ്റ് ചെയ്യാൻ. ഇതെന്ത് വെളിപ്പെട്ടെന്നാ പറയണേ? അദ്ദേഹത്തിന് ഇങ്ങനെ ഈ ഇതൊക്കെ തെളിഞ്ഞല്ലോ. ആ തെളിഞ്ഞതിന് ശേഷം ഈ മുട്ടാണ് കാരണമെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന്റെ രോഗം സ്വാഭാവികമായിട്ട് മാറി. എങ്കിൽ ഈ പറഞ്ഞ മെസ്സേജിന് അർത്ഥമുണ്ട്, ഈ പറഞ്ഞ അത്ഭുതത്തിന് അർത്ഥമുണ്ട്. അദ്ദേഹം മദ്രാസിൽ പോയി, അപ്പോൾ ആശുപത്രിയിൽ പോയി ഓപ്പറേറ്റ് ചെയ്തു. ഇപ്പോഴും സുഖമായിട്ടിരിക്കുന്നു. ഇത് തന്നെയാണ് ആ ഡോക്ടർ പറഞ്ഞത്. നമ്മൾ പറയുന്നത് വിശ്വാസത്തെ വെറുതെ വികലമാക്കുന്ന രീതിയിൽ പറയരുത്. ഇതൊരു വികലമാക്കലാണ്. യഥാർത്ഥത്തിൽ പറയുന്ന ആൾക്കോ ഇത് സാക്ഷിയായിട്ട് എഴുതി വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറയണേ. പറയുന്ന ആൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ സൗഖ്യം പ്രാപിച്ച ആളാണ്. ദൈവികമായ സൗഖ്യം ഉണ്ടായ ആളാണ്. ആശുപത്രിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞതിന് ശേഷം മരണത്തോടടുത്തിരുന്ന സമയത്ത് എൻ്റെ രോഗം എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർക്കറിയാം. അതിനന്ന് മരുന്നോ ഉപാധികളോ ഇല്ലെന്നറിയാം. മരണത്തിലേക്ക് പോകുന്ന ഒരാൾ കുമ്പസാരത്തിൽ സൗഖ്യപ്പെടുന്നു. അത് എനിക്ക് സംഭവിച്ച കാര്യമായിട്ട് മാത്രം ഞാൻ വിശ്വസിക്കുന്നതല്ല. തെളിവുകളെല്ലാം രോഗം ഇങ്ങനെയാണ്, മരണമാണ് അടുത്തിരിക്കുന്നത് എന്ന് ഉറപ്പായിരിക്കുക. പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ രോഗമൊന്നുമില്ല എന്ന് വരുമ്പോൾ നമ്മൾ വിസ്മയിക്കില്ലേ? അതുകൊണ്ട് ഒരു അത്ഭുതം സംഭവിക്കുന്നു എന്ന കാര്യം ഇതിനകത്തില്ല. ഇതിനകത്ത് എന്താ പറയുന്നത്? ഈ പറഞ്ഞ അപ്പാപ്പൻ മുട്ടിയ മുട്ടാണ് ഈ 3 തലമുറയിൽ വന്നതെന്ന്. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. ഈ തലമുറയിലെ ആൺമക്കൾക്ക് മാത്രമേ കേട്ടോ ഇതുള്ളൂ. ഈ മകനും മകന്റെ അപ്പനും അപ്പന്റെ അപ്പനും മാത്രമേ ഉള്ളൂ. ആ കുടുംബത്തിൽ വേറെ കുറെ ആളുകളുണ്ട്. അവർക്കാർക്കും ഈ അപ്പാപ്പന്റെ മുട്ട് ഒരു പാപഹേതു വന്ന് ഭവിക്കുന്നില്ല. അതെന്താ അങ്ങനെ? ഇപ്പൊ നമ്മുടെ അപ്പാപ്പന്റെ 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 അപ്പാപ്പനൊരു തെറ്റ് ചെയ്തത് നമുക്ക് വരുമെങ്കിൽ ആ തലമുറയിൽ മുഴുവൻ വരണ്ടേ? അങ്ങനെയല്ലേ? തെരഞ്ഞു പിടിച്ച് ഇയാൾക്കിട്ട് മാത്രം ഒരു പണി കൊടുക്കാന്ന് വിചാരിക്കണം. എന്തുകൊണ്ടാണ്? അങ്ങനെ ശുദ്ധീകരണാത്മാവ് അതിലൂടെ മോചനം പ്രാപിച്ചപ്പോഴാണ് ഇവർക്ക് രക്ഷ കിട്ടിയെന്നാണ് പറയണമെങ്കിൽ വേറൊരു കാര്യം ആലോചിക്കണം. അദ്ദേഹം ചെയ്ത പ്രവൃത്തി ശുദ്ധീകരാവസ്ഥയിൽ പോകാനുള്ള പ്രവൃത്തിയാണോ? സാമാന്യഗതിയിൽ ചിന്തിച്ചാൽ അദ്ദേഹം അനുഗമിച്ചിട്ടുണ്ടാവാം. അദ്ദേഹത്തിന് സ്വർഗഭാഗ്യം ലഭിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. പക്ഷേ കൊലപാതകമാണ്, 5-ാം പ്രമാണ ലംഘനമാണ്. കൊലപാതകം ചെയ്ത ആൾക്ക് മോക്ഷം കിട്ടാൻ കുർബാന ഇരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ശരിയാണോ? കൊലപാതകം ചെയ്ത ആളും അനുദപിച്ചിട്ടുണ്ടാകാം. അയാൾക്ക് മനഃപൂർവ്വമായ തിന്മയില്ലാതിരിക്കാം. അയാളുടെ കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ദൈവത്തിന്റെ അനന്ത കാരുണ്യത്തിന് മുമ്പിൽ അയാളെ സമർപ്പിക്കുക മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ. ഞാൻ ചോദിച്ച 2 ചോദ്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം. ഒന്ന്, ഫെയ്ത്ത് സീക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ്, യുക്തിപൂർവകമായ വിശ്വാസമാണ് വേണ്ടത്. സാധാരണ ആളുകൾ
ഈ കമന്റൊക്കെ പറയുമ്പോൾ ആളുകൾ വന്നിട്ട് പറയുന്ന ഒരു ആക്ഷേപം എന്താണെന്ന് വെച്ചാൽ ഇത് ബുദ്ധിയുടെ കണ്ണുകൊണ്ട് മാത്രം കാണുന്ന ആൾക്ക് കാണാൻ പറ്റില്ല എന്നാണ്. ഇത് ബുദ്ധിയുടെ കണ്ണുകൊണ്ടല്ല, നിങ്ങൾ വിശ്വാസത്തിന്റെ നയനങ്ങൾ കൊണ്ട് കാണൂ. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പൂർവികന്റെ പാപത്തിന്റെ ഫലമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരെയും ബാധിക്കണ്ടേ? ചിലരെ തെരഞ്ഞു പിടിച്ചെന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇനി അങ്ങനെ ചെയ്തുവെങ്കിൽ ആ പാപത്തിന്റെ ഫലം പരിഹരിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിനോട് കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് കുർബാന ചൊല്ലിക്കഴിയുമ്പോൾ അദ്ദേഹം മോചനം പ്രാപിച്ചുവെങ്കിൽ ഈ പറഞ്ഞ ആൾക്കും സ്വാഭാവികമായ മോചനം ഉണ്ടാകണ്ടേ? പിന്നെ ഒരു പ്രവൃത്തിയുടെ ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഒരു ബോധ്യത്തെ ഉറപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു അനുഭവത്തെയോ ഏതെങ്കിലും ഒരു സംഭവത്തെയോ എക്സാഗ്രേറ്റ് ചെയ്ത് ഇതിലാണ് അടയാളമെന്ന് കാണുന്നത് തെറ്റായ ബോധ്യമാണ്. മരണമടഞ്ഞ ഓരോരുത്തരും ദൈവത്തിന് അനന്തകരണയുടെ മുമ്പിലാണ്. അവിടെ അയാളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്നും വിധിക്കാൻ കഴിയില്ല. നമ്മുടെ മുമ്പിൽ കൊലപാതകിയായിരിക്കാം, കുഴപ്പക്കാരനായിരിക്കാം, പക്ഷെ അയാൾ ഒരു തനത് വിധിയെ നേരിടുന്നുണ്ട്. അങ്ങനെ ചെയ്തയാൾ തനത് വിധിയെ നേരിടുമ്പോൾ അയാൾക്കുള്ള ശിക്ഷ കൊടുക്കുന്നു. പിന്നെ അതിന്റെ തുടർച്ചയില്ല. ഒരപ്പാപ്പൻ ഒരാളെ കൊന്നു, അതിന് അയാളെ ശിക്ഷിച്ചു, ജയിലിലിട്ടു. അപ്പോഴാണ് അടുത്ത മകൻ വലുതായി വരുന്നത്, 18 വയസ്സായി, അവനെയും പിടിച്ച് ജയിലിലിട്ടു. അത് കഴിഞ്ഞ് അവൻ മരിച്ചു, ജയിലിൽ കിടന്ന്. അപ്പൊ അടുത്തവനെയും പിടിച്ച് ജയിലിട്ടു. അങ്ങനെ തുടർച്ചയായിട്ട് ഒരു കൊലപാതകത്തിന് ശിക്ഷയുണ്ടോ മനുഷ്യർക്കിടയിൽ? മനുഷ്യർ പോലും അങ്ങനെ പറയാത്ത സ്ഥിതിക്ക് അപ്പന്റെ കുറ്റത്തിന് മകനെ ശിക്ഷിക്കരുതെന്ന് മനുഷ്യർ പോലും പറയുന്നിടത്ത് അനന്തകാരുണ്യവാനായ ദൈവം അപ്പന്റെ കുറ്റത്തിന് മകനെ ശിക്ഷിക്കൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മകൻ ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ കൊണ്ടുപോകുന്നു പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക? ഇത് കത്തോലിക്ക പ്രബോധനമല്ല, വ്യക്തിഗത പ്രബോധനമാണ്. ഇതിന് സുവിശേഷം എന്നല്ല പറയേണ്ടത്, സ്വവിശേഷം എന്ന് പറയാം. സുവിശേഷമല്ല. സുവിശേഷം പറയുമ്പോൾ സുവിശേഷം പറയാം. സ്വവിശേഷം പറയുന്നത് സുവിശേഷത്തിൽ കൂട്ടിക്കലർത്തിയാൽ അത് വിഷമയമായി പോകും. അതിന്റെ അനുഭവം അനുഭവിക്കുന്നത് പാവപ്പെട്ടവരാണ്. ഈ വേദനയും സഹനമൊക്കെ ആളുകളാണല്ലോ ഓടിക്കൂടുന്നത്. കഷ്ടതയിലും ഞെരുക്കത്തിലും ഒക്കെ ഉള്ളവർ, അവർ ഇതിനകത്ത് പെടും. അങ്ങനെ പെട്ടാലൊരു കാര്യം ഞാൻ പറയാം, അവർ ഇത് അനുഭവിക്കാനിടയാവും, അവർക്കിത് തോന്നലുണ്ടാവും. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇപ്പൊ ഒരു പ്രഘോഷകൻ അല്ലെങ്കിൽ ഒരു പൈശാചിക ബാധ ഒഴിവാക്കുന്ന ഒരാൾ, ക്രമേണ അയാൾക്കൊരു ബോധം വരും, ഞാനിങ്ങനെ പൈശാചിക ബാധ ഒഴിവാക്കുന്ന ആളാണ്. പിന്നെ അയാൾ എവിടെ നോക്കിയാലും ചെകുത്താനെ കാണും. ഇപ്പൊ രോഗശാന്തി വിദഗ്ധനായ ഒരാളുടെ മുമ്പിൽ ആര് വന്നാലും അയാൾ വിചാരിക്കുന്നത് അസുഖപ്പെടട്ടെ, ഞാൻ ഈ വിദഗ്ധനാണ്, തെറ്റിദ്ധരിക്കും വേണ്ടാന്ന്. ഞാൻ വിദഗ്ധനല്ല. എന്നെ ഒരു സമയത്തേക്ക് ദൈവം ഉപയോഗിക്കുകയാണ്. അത് എന്നോടുള്ള അനന്ത കാരുണ്യം കൊണ്ട് കൂടിയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ അനന്ത കാരുണ്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഞാനിതിന് യോഗ്യനല്ല. അയോഗ്യനായ എന്നെ ദൈവം എടുത്തുപയോഗിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് എളിമയോടെ നിൽക്കാനേ കഴിയൂ, താഴ്മയോടെ നിൽക്കാനേ കഴിയൂ, എൻ്റെ കഴിവ് കൊണ്ടല്ല. ഇനി രണ്ടാമത്, അനുഭവങ്ങൾ എങ്ങനെയാണ് ഭരിക്കുന്നതെന്ന് വെച്ചാൽ, പ്രശ്നങ്ങളിലും വേദനകളിലും ഞെരുക്കങ്ങളിലും ഒക്കെ ആകുന്ന ആളുകൾ ശരണം പ്രാപിക്കുകയാണ്, പ്രാർത്ഥിക്കുന്ന ആളുകളെ, ശുശ്രൂഷകരെയൊക്കെ. അവർക്ക് ദൈവത്തിനടുത്ത് എത്താനായിട്ടൊരു മാർഗമായിട്ടാണ് അന്വേഷിച്ചെത്തുന്നത്. അപ്പൊ ഇവർ സ്വാഭാവികമായും ഈ അനുഭവങ്ങളിൽ കുടുങ്ങിയവരാണ്. അവർ ഈ തെറ്റായ പ്രബോധനത്തിൽ വീണു പോകുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ അവർ സഹിക്കുന്നത് എന്തിനു വേണ്ടിയെന്ന് അവരറിയാതെ പോകും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ പറഞ്ഞ സഹോദരൻ, 32 വയസ്സുകാരനായ സഹോദരൻ, ആ സഹോദരനും ആ കുടുംബത്തിനും ഈ പൂർവികനായ പിതാവിനെ അറിയാം. അതിന് വെളിപ്പെടുത്തലൊന്നുമല്ല. അവര് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവരാലോചിക്കണം, അപ്പം മരിച്ചത് ഇങ്ങനെയായിരുന്നു, അപ്പൊ അപ്പനും ഇതേ രോഗം തന്നെയായിരിക്കാം ഉണ്ടായിരുന്നത്. വീണ്ടും അവർ പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത ആൾ ഓർമ്മ വരികയാണ്, അപ്പാപ്പനും ഇങ്ങനെയാണ് മരിച്ചത്, അപ്പാപ്പനും ഈ രോഗം ഉണ്ടായിരുന്നു. പിന്നെ അവർ പ്രാർത്ഥിക്കണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് വരുന്നത്? ഇപ്പൊ അന്ധവിശ്വാസത്തിലായി. കാരണം ഇത് തുടർച്ചയായി പാരമ്പര്യ രോഗമാണെന്നായി അവർ ഭയങ്കരമായിട്ട് വിഷമിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കേട്ടിട്ടുണ്ട്, ഇങ്ങനൊരു അപ്പാപ്പൻ, 4ാം തലമുറയിൽപ്പെട്ടൊരു അപ്പാപ്പൻ ഇങ്ങനൊരു പണി ചെയ്തിട്ടുണ്ട്. അത് തന്നെ കാരണം. രോഗം മനുഷ്യർക്ക് വരുന്നത് ശരീരമുള്ളത് കൊണ്ടാണ്. എല്ലാവർക്കും എന്തെങ്കിലും രോഗമുണ്ട്. ഒരു വേദനയും ഇല്ലാത്ത, ഒരു രോഗവും ഇല്ലാത്ത ശരീരമില്ല. ഓരോ രോഗവും ദൈവത്തെ കണ്ടുമുട്ടാനുള്ള, ഓരോ ജീവിത തകർച്ചയും ദൈവവുമായിട്ട് ഇണങ്ങാനുള്ള സമയമാണ്. ഭൗമിക ലോകത്തിന്റെ നശ്വരത വെളിപ്പെടുത്തുന്നതാണ് തകർച്ചകൾ. ശരീരത്തിന്റെ നിസ്സാരത വെളിപ്പെടുത്തുന്നതാണ് ഓരോ രോഗവും. അതുകൊണ്ട്
ദൈവസന്നിധിയിലായി തീരാൻ മനുഷ്യൻ വിളിക്കപ്പെടുന്നതിന്റെ അടയാളങ്ങളായി കാണാനും ഈ രോഗങ്ങളെയും തകർച്ചകളെയൊക്കെ ക്രിസ്തുവിന്റെ അകത്തോട് ചേർത്ത് വെക്കാനും അങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന സഹന നിമിഷങ്ങളെ ക്രിസ്തുവിന്റെ സഹനത്തിന്റെ രക്ഷാകരമായ സഹനത്തിന്റെ ഭാഗമാക്കാനും അതുവഴി സ്വയം വിശുദ്ധീകരിക്കപ്പെടാനും രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ്. അത് മാറിയിട്ട് നമ്മൾ അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങി. അപ്പൊ അതുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യർ, വ്യാകുലപ്പെട്ട് കിടക്കുന്ന മനുഷ്യർ, ജീവിതത്തിൽ തകർച്ചയുള്ളവർ, അവർ ഈ അബദ്ധ പ്രബോധനങ്ങൾ കുടുങ്ങിപ്പോകും എന്നുള്ളത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ലോകത്ത് എത്രയോ പ്രബോധനങ്ങൾ, എത്രയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു, നമുക്കിത് കണ്ണടച്ച് വിടാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇങ്ങനൊരു അബദ്ധം ഇതിന്റെ പിന്നിൽ പതിയിരിപ്പുണ്ട്. ഇങ്ങനെ അബദ്ധം പഠിപ്പിച്ച് മനുഷ്യനെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുമ്പോൾ യഥാർത്ഥത്തിൽ അകന്നു പോകുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം അവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് അവർ വീഴ്ചപ്പെടും. ആർക്കായിരിക്കും ഉത്തരവാദിത്വം? ഉത്തരവാദിത്വം അവർ നയിക്കുന്നവർക്കാണ്. അമദ്രസേനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരാത്മാവ് നമ്മുടെ അടുത്ത് ഒരു ഉപദേശത്തിനായിട്ട് വരുമ്പോൾ സൂക്ഷിക്കണം. കാരണം അയാൾ വഴിതെറ്റാനിടയായാലും അതിന്റെ ഉത്തരവാദിത്വം നമുക്കായിരിക്കും. ഓരോരുത്തരോടും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. സമൂഹത്തോട് പൊതുവായിട്ട് ഉത്തരവാദിത്വമുണ്ട്. എന്താണ്? അത് അവർക്ക് വേണ്ടി ജീവിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. ക്രിസ്തുവിലായിത്തീരുന്ന ഒരു ക്രിസ്തു ശിഷ്യന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ സത്യം പറയുക എന്നുള്ളതാണ്. അവിടെ അബദ്ധ പ്രബോധനം ഉണ്ടാകുമ്പോൾ അയാൾ അതിന് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് ഭയത്തോടും വിറയലോടും തന്നെയാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത്. തെറ്റ് പഠിപ്പിക്കാൻ ഇടയാകരുത്, ആരെയും വഴിതെറ്റിക്കരുത്, ക്രിസ്തുവിൽ നിന്ന് അകറ്റരുത്, സഭയിൽ നിന്ന് അകറ്റരുത് എന്ന് കരുതി തന്നെയാണ് നമ്മളിത് പറയുന്നത്. പിതാക്കന്മാർ ചെയ്ത തിന്മകളുടെ അതേ ഞെരുക്കങ്ങൾ പിൻതലമുറകൾ അനുഭവിക്കും എന്ന് പറയുന്നത് കുടുംബവൃക്ഷം എന്ന് പറഞ്ഞൊരു അബദ്ധ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ക്രിസ്തു സഭയുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ഒരു അന്ധവിശ്വാസമാണ്, അബദ്ധബോധ്യമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ഇനി പുരോഹിതൻ തന്നെ പറയാണ്, വേറെ പുരോഹിതൻ അദ്ദേഹം എഴുതിയ പുസ്തകം ഇദ്ദേഹത്തിന് പ്രകാശനം ചെയ്യാനായിട്ട് കൊടുത്തു. ആ പുസ്തകത്തിലും പറയുന്നത് ഇതിനെക്കുറിച്ച് ഒട്ടനവധി അനുഭവങ്ങൾ പറയുന്നുണ്ടെന്നാണ് പറയാം. അതും ഒരു അബദ്ധ പ്രബോധനമാണ്. കുടുംബവൃക്ഷത്തെ സംബന്ധിച്ചാണ്. ഈ കുടുംബവൃക്ഷത്തിന് സിദ്ധാന്തം ഉണ്ടായ സ്ഥലം നമ്മൾ പറഞ്ഞല്ലോ. കെന്നത്ത് മോക്കോളിനെ കുറിച്ച് വന്നത് സഭയ്ക്ക് പുറത്തു നിന്നാണ്, സഭാപ്രബോധനമല്ല. കത്തോലിക്ക സഭ അതിനെ തള്ളിയതാണ്, അല്ലെങ്കിൽ അതിനെ പഠിപ്പിക്കാൻ എടുക്കേണ്ടാത്തതാണ്. അങ്ങനെ ലോകത്തുള്ള നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. അതൊക്കെ എടുത്ത് സുവിശേഷവുമായി കൂട്ടിവിളക്കി എങ്ങനെ തങ്ങൾ പറയുന്ന കാര്യങ്ങളെ ന്യായീകരിക്കാമെന്ന് ചിന്തിക്കുന്നതല്ല പ്രഘോഷണത്തിന്റെ പ്രധാനപ്പെട്ട വശം എന്നാണ് നമ്മൾ പറയുന്നത്. അതൊരു അബദ്ധമാണ്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് കൊണ്ട് മാത്രം ഞെരുക്കത്തിൽ അകപ്പെട്ടുപോയ അനേകം കുടുംബങ്ങളുണ്ടെന്നാണ് പറയുക. അത് പ്രഘോഷകൻ പറയാണ്, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ഞെരുക്കത്തിൽ അനുഭവപ്പെടുന്ന അനേകം കുടുംബങ്ങൾ. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് ഞെരുക്കങ്ങളെന്ന് കരുതരുത്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധാത്മാക്കൾക്കുണ്ടായ ഞെരുക്കങ്ങൾ എങ്ങനെയാണ്? എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ ഒരു ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരാണ്. ഏതെങ്കിലും തരത്തിലുള്ളൊരു ഞെരുക്കം അനുഭവിക്കാതെ പോകുന്നവരായിട്ട് ആരുമില്ല. കാരണം ഈ ഭൂമി ഒരു സമരസഭയുടേതാണ്. ഇവിടുത്തെ സഭ സമരസഭയാണ്. അതുകൊണ്ട് സകല മനുഷ്യരും ഭൂമിയിൽ പ്രതിബന്ധങ്ങളെ നേരിട്ടുകൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ. സഹന വഴിയിലാണ്. ഈ സഹനം യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തെയും വസ്തുവിനെയും സംബന്ധിച്ചുള്ള മോഹജടിലമായ ലോകത്തു നിന്നും അനശ്വരമായ ലോകത്തേക്ക് കടന്നു പോകാനുള്ള ഒരു വാതിൽ തുറക്കുകയാണ് എന്ന കാര്യം ഓർക്കണം. രോഗം വന്ന ഒരാൾ തിരിച്ചറിയുന്ന എന്താണ്? ശരീരത്തിന്റെ നിസ്സാരതയാണ്. സാമ്പത്തികമായി തകർന്നയാൾ വിചാരിക്കുന്നത് എന്താ? ഇത്രയും കാലം വിചാരിച്ചത് പണം ഉണ്ടെങ്കിൽ ജീവിക്കുന്നതാണ്. പണം കൊണ്ടൊരു കാര്യമില്ല, ഇതൊന്നും നിലനിൽക്കുന്നതല്ലെന്നൊരു ബോധ്യമാണ്. അപ്പൊ അതിനപ്പുറത്ത് കടന്ന് അവനവനെയും ദൈവത്തെയും തിരിച്ചറിയാനുള്ള അവസരമാണ് ജീവിത തകർച്ചകൾ. അവയെക്കുറിച്ച് ഉത്കണ്ഠയല്ല വേണ്ടത്. ആ അവസരത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ് വേണ്ടത്. ദൈവം എന്നോട് പറയുന്നത് കേൾക്കാൻ വ്യക്തിപരമായി ക്രിസ്തുവുമായി ഒരു ആത്മബന്ധം പ്രാപിക്കാനുള്ള സമയമാണ്. ഇനി ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകാൻ നമുക്കും ഇടയുണ്ട്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. അതിന് പ്രഘോഷകൻ പറയുന്നത് നമുക്ക് വേണ്ടിയൊന്നും പ്രാർത്ഥിക്കാൻ ആരും ഉണ്ടാവൂലെന്നാണ്. അത് ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നു, മക്കൾ പ്രാർത്ഥിക്കുന്നു എന്നല്ല അതിനർത്ഥം. സഭ നിരന്തരമായി ശുദ്ധീകരാത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ ബലിയർപ്പണവും അവർക്ക് വേണ്ടി കൂടിയാണ്. അങ്ങനെ സ്വർഗത്തെയും ഭൂമിയെയും അനുരഞ്ജിപ്പിക്കുന്ന കൂദാശയ്ക്കകത്ത് നിശ്ചയമായിട്ടും നമ്മൾ മരണമടഞ്ഞ ശേഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഭയുണ്ട്. നിത്യമായി അന്ത്യവിധി വരെ, യുഗാന്തം വരെ നിലനിൽക്കുന്ന സഭയിൽ നിരന്തരമായി നമുക്ക് വേണ്ടി പ്രാർത്ഥനകൾ അർപ്പിക്കപ്പെടും എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് ഇഷ്ടംപോലെ ഇപ്പോൾ ജീവിക്കാം എന്നൊരു ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി അന്ന് സഭ പ്രാർത്ഥിച്ചോളും എന്ന് വിശ്വസിക്കുകയല്ല വേണ്ടത്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും, അതാണ് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. അതാണ്
നമ്മൾ സഭയുടെ ഭാഗമായി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുള്ളൊരു പ്രാർത്ഥന കൂടി നമ്മൾ അഷ്വർ ചെയ്യുന്നുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭയുടെ പ്രാർത്ഥനയെ പങ്കുചേരുന്നു, സഭയുടെ പ്രാർത്ഥനയെ വിശ്വസിക്കുന്നു, നമുക്ക് വേണ്ടിയും മറ്റുള്ളവർ പ്രാർത്ഥിക്കുമെന്നൊരു വിശ്വാസത്തിന്റെ ഉറപ്പ് കൂടി അതിനകത്തുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞു വന്നതിന് ഏറ്റവും ചുരുക്കമായി പറയാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്ന്, ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെ 3 തട്ടോ 4 തട്ടോ ഉണ്ടോയെന്നും അവിടെ ഈ 3 തട്ടുള്ള പീഡകൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുന്ന പ്രൈവറ്റ് റിലേഷനെയൊക്കെ തള്ളിക്കളയണം. അതിലൊന്നുമല്ല കാര്യമുള്ളത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം ലഘുപാപങ്ങൾ പോലുമുള്ളതാണെങ്കിൽ ഒരു അന്തിമ ശുദ്ധീകരണം ആവശ്യമായി വരുമെന്നും ആ അന്തിമ ശുദ്ധീകരണത്തിൽ പെടാതിരിക്കാൻ നിത്യരക്ഷയിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തുമെന്നുള്ളതാണ് ഒരു കാര്യം. ഇനി നമുക്ക് പിഴവുകളും പോരായ്മകളും ഒക്കെ ഉള്ളവരാണ്, അതുകൊണ്ട് നമ്മൾ നരകത്തിൽ പോകും എന്ന് നിരാശപ്പെട്ട് നമ്മൾ ജീവിക്കരുത്. അത് പരിശുദ്ധാത്മാവിനെതിരായ തിന്മയാണ്. അതുകൊണ്ട് നിത്യഭാഗ്യം അവകാശമാക്കാൻ നമ്മെ അവിടെ നിന്ന് സ്വീകരിക്കുമെന്ന ബോധ്യത്തിൽ ജീവിക്കണം. കുറവുകളില്ലാതെയും പരിമിതികളില്ലാതെയും പോരായ്മകളില്ലാതെയും ജീവിക്കാനും വീണു പോകുമ്പോഴൊക്കെ ഉപസാരമെന്ന കൂദാശയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിക്കാനും നമുക്കാകണം. ജീവിത പ്രവൃത്തികളെ നമ്മൾ പരിശോധിക്കുകയും ദൈവേഷ്ടപ്രകാരം നയിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യണം. നമ്മൾ ഇന്ന് വേർപെട്ടു പോയ പൂർവികരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവരെ ആരെയും കൈവിടരുത്. അവരൊക്കെ നമുക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ്. നേരിട്ടല്ലെങ്കിലും പരോക്ഷമായി ഈ ആത്മാക്കളാണ് ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള ഭൗതിക സജ്ജീകരണങ്ങൾ ഒരുക്കിയത്. മാത്രമല്ല, നമ്മളെല്ലാം ഒരു ശരീരത്തിന്റെ ഭാഗമാണ് ക്രിസ്തുവിൽ. പുറപ്പാട് 3:6 പറയുന്നത് പോലെ അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, ആ ദൈവമായ യേശുവിലാണ് നമ്മളെല്ലാവരും. അങ്ങനെ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ, ജീവിക്കുന്നവരുടെ ദൈവമായ ക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തെ അർപ്പിക്കാൻ കഴിയണം. ആ ഒരു ബോധ്യത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കടമയുണ്ട്. അത് നിറവേറ്റി തന്നെ നമ്മൾ പോകണം. പക്ഷെ അത് നമ്മുടെ ജീവിത ദുരന്തങ്ങൾ അവരുടെ സഹനം മൂലമാണെന്ന തെറ്റിദ്ധാരണയിലാവരുത്. പൂർവികരുടെ പാപങ്ങൾ നമ്മെ ഭരിക്കുമെന്ന ബോധ്യത്തിലാവരുത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആരും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉണ്ടാകില്ല എന്ന നിരാശയിലൊന്നും ആകരുത്. കർത്താവ് നമുക്ക് സഭയെ നൽകിയിട്ടുള്ളത്, സഭാശരീരത്തിന്റെ ഭാഗമായി നമ്മെ വീണ്ടെടുത്തത് ഈ ലോകത്തോട് സത്യം പറയാനാണ്, സമാധാനം നൽകാനാണ്, പ്രത്യാശ വളർത്താനാണ്. ആ പ്രത്യാശയ്ക്ക് അനുഗുണമായി ജീവിതം നയിക്കാനും സഭാപ്രബോധനങ്ങൾ ആഴപ്പെട്ട് ജീവിക്കാനും ആത്മാവിന്റെ അധിക പ്രകാശം ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് സംശയങ്ങൾക്കുള്ള ഉത്തരം പറയലാണ്. നാളത്തെ സെഷനിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.